ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകി വലിയ ജോലിയും ഉയർന്ന സ്ഥാനവും ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നാം ഒരു പ്രധാന കാര്യം മറക്കുന്നു: നമ്മുടെ കുട്ടികളുടെ ആത്മീയ വളർച്ച. നാം നമ്മുടെ കുട്ടികൾക്ക് ട്യൂഷനുകൾക്കായി സമയം കണ്ടെത്തുന്നത് പോലെ സഭായോഗങ്ങൾക്കും സൺഡേ സ്കൂളിനും എത്ര സമയം കണ്ടെത്തുന്നു? ഇന്നത്തെ തലമുറയാണ് നാളത്തെ സഭ. നാളത്തെ സഭയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കുമാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്നിന്റെ വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ ഭാവിയെ സ്ഥിരമാക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നാം നടക്കേണ്ടുന്ന വഴിയിലൂടെ നടന്നാൽ മാത്രമേ ആത്മീയ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എന്താണ് ബാലൻ നടക്കേണ്ടുന്ന വഴി? അതാണ് വിശുദ്ധ തിരുവെഴുത്ത്. അതിൽ പരിശീലനം ലഭിച്ച് അത് മുറുകെ പിടിക്കുന്ന ഓരോ ദൈവ പൈതലിനും മറ്റു വഴികളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വചനം അവന്റെ കാലിന് ദീപവും അവന്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കും. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ സ്ക്രിപ്റ്റ് ലോക പഠനത്തിന് മാത്രം മുൻതൂക്കം നൽകി ആത്മീക ജീവിതം അവഗണിച്ച ഒരു കുടുംബത്തിന്റെ കഥയാണ്. നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതോടൊപ്പം ഒരു നല്ല സന്ദേശം നൽകുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ IPC ഹെബ്രോൻ സൺഡേ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു തിരക്കിൽ മറന്ന ദൈവ പഠനം. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ആർക്കെങ്കിലും സാമ്യത തോന്നിയാൽ അത് തികച്ചും യാദൃശികം മാത്രം. എന്താ മോളെ ഇപ്പൊ നോക്കിയാലും ഫോണിലാണല്ലോ. ഫോണല്ലേ അതിന് വല്ല ബോധം അതിനെ കുറിച്ച്? അവളെപ്പോഴും ഫോണിൽ പഠിച്ചുകൊണ്ടിരിക്കും. അടുത്ത മാസം ബോർഡ് എക്സാം. ഇതുവരെ വിഷയം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രശ്നത്തെ പോലെ മാർക്ക് വർഷം എങ്ങനെ മറ്റുള്ളവരെ നോക്കും? അയ്യോ മമ്മി, സൺഡേ സ്കൂൾ എക്സാം അല്ലേ? സൺഡേ സ്കൂളിലൊക്കെ പഠിക്കാൻ മമ്മി സ്കൂളിൽ പഠിക്കും. ഇനി സമയമുണ്ട്. പിന്നെ സൺഡേ സ്കൂൾ പഠിക്കുക. എന്റെ ചിന്തി മോളെ, ഞാനിപ്പോ അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ റെസ്റ്റ് എടുക്കാം. നീ പോയി ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ മമ്മി എന്റെ സൺഡേ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ഇതായിരിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ടതിന് ഫോണിൽ തന്നെ. എന്ത് ചുറ്റും നമുക്ക് ഇതിനെ പറയാനുള്ളൂ? ഈ കിഴക്കത്തിൽ വന്ന വിദ്യാന്മാർ കാഴ്ച കാണിച്ചു. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ മമ്മി? മോളെ കാഴ്ച എന്ന് പറഞ്ഞ ഗിഫ്റ്റ്. മോളുടെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നതല്ലേ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ? അതാണ് ഈ കാഴ്ച. മമ്മി ഈശു സ്നാനപ്പെട്ടു. ഈശു സ്നാനപ്പെട്ട് എങ്ങോട്ടാ മമ്മി പോയെ? വീട്ടിലോട്ട്. നമ്മളൊക്കെ വീട്ടിലോട്ടല്ലേ പോലെ. അപ്പം വീട്ടിലോട്ട്. എന്താ ചിറ്റോട് എന്തിനാ അമ്പലത്തിൽ കഴിക്കുന്നേ? പിന്നെ സ്കൂളും ട്യൂഷനൊക്കെ വിട്ട് മുടക്കിന്റെ കാര്യം എന്താ വിടുന്നേ? എന്റെ പൊന്നു പപ്പ, അവിടെ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവില്ല. ഒരു ഗുണമില്ല പപ്പ. അവിടെ എന്തൊരു തട്ടിക്കൂട്ടാന്നേ. നീ അറിയാൻ പറഞ്ഞേ പപ്പ. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്. യേശു ക്രിസ്തു ജനിച്ചതാ? യേശു ക്രിസ്തു ജയിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നസറത്തിലെ. ആ നസറിന് യേശുവിന് പേര് വന്നേ. ഗൂഗിളിൽ നോക്കി. അയ്യോ സൺഡേ സമയം. ഞാൻ റെഡി ആവട്ടെ. സ്കൂളിൽ ടീച്ചർ വിളിച്ചിട്ട് എന്താ പറഞ്ഞു? സ്കൂൾ ടീച്ചർ നമ്മുടെ മോള് നല്ല മിടുക്കിയാണെന്നും അക്കാഡമിക് സ്കൂളിൽ ഫസ്റ്റ് ആണെന്നും പറഞ്ഞത്. മോളല്ലേ ഈ ചിക്കനോ മട്ടനോ എന്ത് വേണം ഉണ്ടായിക്കോ, എന്തായാലും വേണ്ടില്ല, വായി വെക്കാൻ പറഞ്ഞു. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കും? അല്ലേലും അതിന് താമസം ഒന്ന് റെഡിയായി വരാൻ. ഇന്ന് സ്കൂളിലൊന്നും പോണ്ടേ? പപ്പ അമ്മയെ റെഡിയായി. എക്സാം പോലെ സംഘത്തെ ഭാഷ Psalms 23. യഹോവ എൻ്റെ നോക്കി വായിക്കത്തിന്റെ മോളെ. യഹോവ എൻ്റെ ഇടയനാകുന്നു.
ടിന്റുമോൾക്ക് എത്ര വയസ്സ് നിനക്ക്? അവിടെ ഇതുവരെ എനിക്ക് 20 മാസം കാണാൻ അറിയത്തില്ലേ? അപ്പൊ ഞാൻ മറന്നു പോയതാ. എന്നിട്ട് കാര്യം ഇപ്പൊ പോരാണ്ട് പോ. ഞാനോ? ആ യഹോവ യഹോ ഇത് തിരുമോളെ നീ പ്രാർത്ഥിച്ചിട്ട് പോകാൻ ഞാൻ വണ്ടി വന്നാലും പറഞ്ഞു. എന്നാ ശരി പോ, ഞാൻ പോവാണേ. എന്റെ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചു വിളി കേട്ടു നമുക്ക്. എന്റെ തിരുമോളെ അടോർ തുറന്നിട്ട് നിന്നെ കാണത്തില്ല. ഞാൻ കയറി വന്നാൽ പോലെ. പിന്നെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എഴുതി? ഓ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം എഴുതിയുണ്ട്. എന്തൊക്കെയാ ചോദിച്ചു? യേശുക്രിസ്തു ജനിച്ചു ചോദിച്ചു, അത്ഭുതം ചോദിച്ചു, സ്നാനം ചോദിച്ചു, പഠിച്ചെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതാണല്ലേ, ബസ് അടിക്കത്തില്ലേ? അതിനൊന്ന് വേറെ വല്ലവരും കൊണ്ടുപോകും. ഓ ഫസ്റ്റ് ഉറപ്പാ. അതിനകത്ത് കാര്യം എടുത്തോണ്ട് വരാം. ടിന്റുമോളെ നിങ്ങളുടെ എക്സാം ഫസ്റ്റ് പഠിക്കത്തില്ലേ? ആർക്കറിയാം, എന്തൊക്കെ തട്ടിക്കൂട്ടി എഴുതുന്നുണ്ട്. ഫസ്റ്റ് മേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന വെള്ളപ്പൊക്കം ഉണ്ടാക്കുക. അതൊന്നും കാര്യമില്ല, ഞാൻ എൻ്റെ അമ്മ ചൊല്ലാം. ചാവശി പഠിക്കാൻ പോകും. അയ്യേ എന്ത് ചായ ഇത്? വായി വെക്കാൻ കൊള്ളൂല. നീ വേണമെങ്കിൽ കുടിക്കടി, അല്ലെങ്കിൽ വെച്ചിട്ട് പോ. ഹലോ, ടച്ച് നമ്പേഴ്സ് ആണല്ലോ. കയറി വന്നോട്ടെ. എന്തുകൊണ്ട് ഭവിച്ചാൽ ഇപ്പൊ സഭായോഗത്തിനും ഇടമീറ്റൊന്നും കാണാനല്ലോ? എന്റെ തോമസ് ഇതൊന്നും പറയണ്ട. മോൾക്കാണെങ്കിൽ എക്സാമാ, അത് പഠിക്കാനുണ്ട്. സ്കൂളിൽ നിങ്ങൾ ഒന്നും പഠിക്കത്തില്ല. അതുപോലെ എക്സ്ട്രാ ക്ലാസ്സും ട്യൂഷനും ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നോക്കിയാൽ ലൈവ് മീറ്റിംഗ് ഉണ്ടല്ലോ, കണ്ട പോലെ. എന്തുണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയതാ? ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഇറങ്ങിയതാണോ? ഞങ്ങൾ ജോർജുട്ടിനെ കാണാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ടൊന്ന് കയറിയതാണ്. ഓ, ഞാൻ അറിഞ്ഞു. അങ്ങനെ പോയോ? ഞാൻ ജീവനെ കാണാൻ പറ്റിയില്ല. ഒരു കുഴപ്പമില്ല. വീട്ടിൽ നന്നായി, ഈ കെട്ട്. ചായ ടിന്റുമോ എപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ. അല്ല, എന്റെ മോൾ എപ്പോഴും പഠിത്തം തന്നെ. അയ്യോ എന്റെ മോളോ, അവള് പഠിക്കുന്നതല്ലാതെ വേറെ ഒന്നും ഫോണിൽ നോക്കാറില്ല. അവൾ അങ്ങനത്തെ പച്ച. സൺഡേ സ്കൂൾ എക്സാമിന് റിസൾട്ട് വന്നായിരുന്നല്ലോ. മോള് നന്നായിട്ട് എഴുതിയായിരുന്നു. അവൾക്ക് ഫസ്റ്റ് കിട്ടും, അത് ഉറപ്പാ. അയ്യോ അല്ലല്ലോ, ആ ടൈറ്റസാണ് ഫസ്റ്റ്, ഇവർക്ക് സെക്കൻഡാ. ഇവർ ക്ലാസ് 2 പേരല്ലേ ഉള്ളൂ. നീ എല്ലാം പറഞ്ഞ എക്സാം നന്നായിട്ട് എഴുതിയിരുന്നു. എന്നിട്ട് പൊന്നമ്മനെ സത്യമായിട്ട് എല്ലാം എഴുതിയതാന്നേ. അവൾ അത്രയ്ക്കായോ? എന്നാ പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറിനെ കണ്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ ബാക്കി. ചായ എന്നാ പിന്നെ നമ്മൾ ഇറങ്ങുവാണേ. അയ്യോ നിങ്ങൾക്ക് കാപ്പി ഒന്നും കുടിക്കാൻ എടുത്തില്ലല്ലോ. അതൊന്നും സാരില്ല പറഞ്ഞേ, പിന്നെ ഒരിക്കലാ. എന്നാ പിന്നെ എങ്ങനെ? എന്റെ ടീച്ചറെ എന്റെ മോള് സൺഡേ സ്കൂൾ എക്സാം എല്ലാം നന്നായിട്ട് എഴുതിയെന്നാ പറഞ്ഞു. പക്ഷെ മാർക്ക് വന്നപ്പോ എന്തോ സെക്കൻഡ് ആയി പോയി. അതിന്റെ കാരണം എനിക്കിപ്പോ
ഞാൻ എഴുതിനനുസരിച്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. മോളെടുത്ത് നോക്കി എന്താ എഴുതിയിട്ടുള്ളത്? അവള് സ്കൂളിൽ എക്സാമിന് എല്ലാത്തിനും ടോപ്പ്. അത് പക്ഷെ എഴുതക്കണ്ടില്ല. സിസ്റ്റർ ഇറങ്ങിയത് ഇവിടെ തർക്കം പോലെ. നീ എന്റെ കുഞ്ഞു പാസ്റ്റർ ഒന്നും പറയണ്ട. എന്റെ കൊച്ചു പറഞ്ഞ ഞങ്ങൾ സൺഡേ സ്കൂൾ എക്സാമിന് എല്ലാം നന്നായിട്ട് എഴുതിയതാണ്. പക്ഷെ മാർക്ക് വന്നപ്പോ അത് കണ്ടില്ല. അത് ഞാൻ ഈ ടീച്ചറിനോട് ചോദിച്ചൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നു. സിസ്റ്ററെ വിഷമിക്കാതെ, നമുക്ക് എന്നിട്ട് പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് വരൂ. അതിനെന്താ പാസ്റ്റർ തരാമല്ലോ? നമുക്ക് ഇപ്പം തന്നെ ഒരു റീടെസ്റ്റ് ഇടാം. ആദ്യത്തെ ചോദ്യം, എരിയോ മതിൽ തകർത്താരും? മതിൽ തകർത്തോ? എന്തൊരു പ്രശ്നം? ഞാനല്ല, ഒന്നെങ്കിൽ ആർക്കും വേണ്ടിട്ട് അവരാ മതിൽ ഞാൻ കണ്ടതാണ്. എന്റെ പാസ്റ്ററെ, എന്റെ കൊച്ചങ്ങനെ ഒരു സാധനവും നശിപ്പിക്കത്തില്ല. ഞാൻ അഥവാ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ദിനാറാന്ന് വേണ്ടി ഞാൻ തരത്തില്ലായിരുന്നു. എന്നും പറഞ്ഞതിന് മാർക്ക് പറഞ്ഞിട്ട് ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നല്ല ഉത്തരം എന്റെ പൊന്നു സിസ്റ്ററെ. ബൈബിളിൽ ചോദ്യം. അടുത്ത ചോദ്യം, ആദ്യത്തെ കൽപ്പന എന്തുവാ? അത് ആർക്ക് കൊടുത്തു? അത് അവനനുസരിച്ചോ? അത് പിന്നെ പാസ്റ്റർ, അത് ഹവ്വ ആഡമിനെ ആൽപ്പത്തിനെ കൽപ്പിച്ചു. അത് ആഡം അതേപടി അനുസരിച്ച് പാസ്റ്റർ കേട്ടിട്ടില്ലേ ഈ പെൺവാക്ക് കേൾക്കാൻ പെരുവഴിയുന്നത്? എന്റെ കർത്താവ്, ഞാൻ എന്തല്ല കേൾക്കുന്നു. അത് പോട്ടെ. അടുത്ത ചോദ്യം, യേശുവിന്റെ ജനനത്തെ കുറിച്ച് ആദ്യം ആരറിഞ്ഞത്? അത് പിന്നെ അറിയാം. അത് ഒരുവിധം കറക്റ്റ്. അതിന് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ്. ഈശ്വരൻ കണക്കാ, കുട്ടിയും കണക്കാ. അടുത്ത ചോദ്യം, വിദ്വാൻമാരെ യേശുവിന് എന്തല്ല കാഴ്ചകളാണ് അർപ്പിച്ചത്? പാസ്റ്റർ, അത് പിന്നെ എനിക്ക് തോന്നുന്നു സോപ്പ്, പൗഡർ, ഡ്രസ്. ബെസ്റ്റ്. അത് മമ്മിയല്ലേ പറയാൻ ടോണുമോളെ കടകൊക്കെ കൊണ്ടു കൊടുത്തേന്ന്. അവിടെ ഞാൻ എഴുതി വെച്ചു. നീ മറ്റുള്ളവരുടെ ഫ്രണ്ടിലെ നാട്ടിക്ക് ഓടി. എന്റെ ജിൻഡുവാണേ, നീ എന്തൊക്കെ പറയുന്നേ? ഏതായാലും ഈ ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. യേശുവിന്റെ ഒരു ഉപമയെ കുറിച്ച്, അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് നീ വിവരിച്ച് എഴുതിയെന്നോ? അതാണ് പാസ്റ്റർ ഞാൻ കൂടുതൽ എഴുതിയിരിക്കുന്നത്. അതെനിക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിനൊന്നോ രണ്ടോ പേജിലാണ് എഴുതി തീർത്തിരിക്കുന്നത്. അതെനിക്ക് ഫുൾ ആണ്. പറയാൻ ഭയങ്കര പാടാണേ. പാസ്റ്റർ, അതാണ് ഹൈലൈറ്റ്. അത് ഞാൻ വായിക്കാം. ചർച്ചയിലൊന്നും കാണാനില്ലല്ലോ. തിരക്കാ പാസ്റ്റർ, ബിസിനസ് ഒക്കെ ആയിട്ട് പോവാ. വായിക്കുവാണേ. യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവനെ നിർഭയം മർദ്ദിച്ചു. ടിഷും മരിക്കാറായി. അവനെ കഷ്ടമായി അവിടെ ഇവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് മുള്ളിനടയിൽ വീണു. കുറച്ച് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ബാക്കി വന്നത് 12 കൊട്ടയിൽ നിറച്ചു. ഒരെണ്ണം യൂദാസ് കൊണ്ടുപോയി. ദേവാലയത്തിൽ കാളകളെയും ആടുകളെ വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശുകൾക്ക് വിറ്റു. ഇതാണ് പാസ്റ്റർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് പാസ്റ്റർ, ഞാൻ പഠിച്ചതാ. അപ്പനും കൊള്ളാം, എല്ലാരും കൊള്ളാം. ബെസ്റ്റ്. ഇനി ജിൻഡുവാണ് മമ്മയ്ക്ക് ബാക്കി കേൾക്കണം. അയ്യോ വേണ്ട പാസ്റ്ററെ, എനിക്ക് മതിയായി. എന്റെ പൊന്നോ, മോളെ നല്ല സൺഡേ സ്കൂൾ പ്രോപ്പറായിട്ട് കൊള്ളണം. അവരെ ഇവിടെ എന്താ പഠിപ്പിക്കുന്ന അത് വീട്ടിൽ വരുമ്പോൾ ചോദിക്കുക. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ സൺഡേ സ്കൂളും പഠിപ്പിക്കുക. ബാലൻ നടക്കേണ്ട വഴികൾ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായത് അത് വിട്ടുമാറിയില്ല. പ്രിയരെ, സൺഡേ സ്കൂൾ ഒരു സാധാരണ ക്ലാസ് പോലെയല്ല. അത് കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്കുള്ള അവരുടെ വഴികാട്ടിയാണ്. അവിടെ പഠിക്കുന്ന പുസ്തകങ്ങളുടെ ജ്ഞാനം മാത്രമല്ല, ജീവിത ജ്ഞാനമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവവചനത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം നിത്യരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. വചന പഠനത്തിനും വചന വായനയ്ക്കും മുൻതൂക്കം നൽകുക. ദൈവവചനം ഇങ്ങനെ പറയുന്നു, 2 തിമോഥെയോസ് 3:16-17 എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാക്കിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. താങ്ക്സ്.